യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ ദൈവത്തിന്റെ സ്നേഹം, ആ പരമമായ സ്നേഹത്തിന് നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ എത്ര സ്തുതിച്ചാലും മതിവരാത്ത നാമമാണ് നമ്മുടെ കർത്താവിന്റെ നാമം. അവിടെ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾ വർണ്ണിപ്പാൻ നമ്മുടെ നാവുകൾ പോരാ. ഒരു ആയുസ് മുഴുവനും രാവും പകലും ഒരുപോലെ ദൈവത്തെ സ്തുതിച്ചാലും ദൈവം ക്രൂശിൽ നിർവഹിച്ച ആ രക്ഷയുടെ പദ്ധതിയെ ഓർത്ത് സ്തുതിച്ചു തീർക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ പരിമിതികളെ ദൈവം അറിയുന്നു. ദൈവം നമുക്ക് ഒരുക്കിയ വലിയ രക്ഷയ്ക്കായി, സ്നേഹത്തിനായി, ദൈവീയ കരുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. നീതീകരണത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ 11 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് തുടക്കം കുറിച്ചു. നമുക്കത് പൂർത്തീകരിക്കാനുള്ള സമയം കിട്ടിയില്ല. എന്നാൽ ഇന്ന് ഞാൻ ഇച്ചിരൂടെ സ്പീഡിൽ പോകും. ആ അധ്യായവും തീർത്ത് കഴിവുള്ളിടത്തോളം 6-ാം അധ്യായം തീർക്കണമെന്നാണ് മനസ്സിലെ ആഗ്രഹം. പക്ഷേ അറിഞ്ഞുകൂടാ, നമുക്ക് ശ്രമം നടത്താം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ, 5-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ ഒരു താരതമ്യ പഠനം നടത്തുകയാണ്. ആരെയൊക്കെയാ കൊണ്ടുവരുന്നതെന്നറിയാമോ? ഒന്ന് ആദാം ആരാ? മനുഷ്യവർഗത്തിന്റെ മുഴുവനും തലയായ ആദാം. രണ്ടാമത് കൊണ്ടുവരുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തു ആരാണ്? രക്ഷിക്കപ്പെടുന്ന, അല്ലെ നീതീകരണം പ്രാപിക്കുന്ന, ദൈവകൃപയിലേക്ക് വരുന്ന, അല്ലെ സകല മനുഷ്യരുടെയും ക്രൂശിൽ നിർവഹിച്ച രക്ഷണ പദ്ധതിയുടെ തലവനായ കർത്താവ്. സ്തോത്രം. ആദാം പാപം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവ് കൊണ്ടുവന്നത് കൃപയാണ്, നീതീകരണമാണ്. അപ്പൊ ഇത് രണ്ടും രണ്ടു വശത്തായി ഒരു താരതമ്യ പഠനം പോലെ ഇവിടെ കൊണ്ടുവരികയാണ്. 12, 13 വാക്യങ്ങൾ വായിക്കും, 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഒന്ന്, പാപം ഏകനാൽ ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നു. ആദാം മുഖാന്തരം ലോകത്തിൽ പാപം വന്നു. നമുക്കറിയാം, ഒരാൾ പാപം ചെയ്യുമ്പോൾ എല്ലാവരും പാപികളായി തീരുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ. ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആരും അറിയാതെ വെള്ളിയും പൊന്നുമൊക്കെ മോട്ടിച്ച് പാളയത്തിനകത്ത് കുഴിച്ചിട്ടു. പരിണിതഫലം എന്തായിരുന്നു? ഒരു ജനത മുഴുവനും ക്ലേശം അനുഭവിച്ചു. ഹായ് പട്ടണക്കാരുടെ മുമ്പാകെ തോറ്റുപോയി. അബ്രഹാമ് മൽക്കീസദേക്കിന് സകലത്തിൽ ദശാംശം കൊടുത്തു. എബ്രായ ലേഖന കർത്താവ് പറയുക ലേവി കൊടുത്തെന്ന്, 4-ാം തലമുറക്കാരൻ കൊടുത്തെന്ന് പറയുക. അപ്പൊ അബ്രഹാമിന്റെ കടിപ്രദേശത്ത് ലേവി ഉണ്ടായിരുന്നത് കൊണ്ട് അബ്രഹാം കൊടുത്ത ആ നന്മ ലേവിക്ക് കണക്കിട്ടതുപോലെ ആദാം പാപം ചെയ്തപ്പോൾ എല്ലാ മനുഷ്യനും ആദാമിൽ പാപികളായി മാറി എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതൊരു പരിണാമമല്ല, സംക്രമണമാണ് എന്ന്, അതായത് പകർച്ചവ്യാധി പോലെ, കോവിഡ് പകരുന്നത് പോലെ പകരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമത്തെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഡെത്ത് എൻഡേഡ് ദിസ് വേൾഡ് ത്രൂ സിൻ. പാപം മുഖാന്തരം മരണം ഈ ലോകത്തിൽ കടന്നു. നമുക്കറിയാം, തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണല്ലോ കർത്താവ് ആദാം ഹവ്വമാരോട് പറഞ്ഞത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവനാണെന്ന് റോമാലേഖനം നമ്മോട് പഠിപ്പിക്കുന്നു. എസെക്കിയേൽ 18:4 നമ്മൾ വായിക്കുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാണ്. അപ്പൊ പാപം ഈ ലോകത്തിലേക്ക് കടന്നു. ഈ മരണം ഈ ലോകത്തിലേക്ക് കടന്നു. എങ്ങനെ? പാപം ചെയ്തത് നിമിത്തം, പാപപ്രകൃതി നിമിത്തം, പാപം നിമിത്തം മരണം ഈ ലോകത്തിലേക്ക് കടന്നു. ഇനി 13-ാം വാക്യം വായിക്കുമ്പോൾ പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ആദാം മുതൽ എല്ലാ മനുഷ്യരും മരണത്തിന് വിധേയരായി. പക്ഷെ ന്യായപ്രമാണം കിട്ടുന്നത്
മോശയുടെ കാലത്താണ്. അപ്പൊ ന്യായപ്രമാണ ലംഘനം കണക്കിടുന്നത് ന്യായപ്രമാണം കിട്ടിയപ്പോ മുതലാണ്. നിയമമില്ലെങ്കിൽ ലംഘനമില്ലല്ലോ. പക്ഷേ മരണം, ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് കൽപ്പന ലഭിക്കാത്തവരിലും മരണം വാഴുകയുണ്ടായി. കാരണം ആദാമിൽ എല്ലാവരും ആരാണ്? പാപിയാണ്. അതൊരു പൊതു നിയമമായി മാറുകയാണ്. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. അപ്പോൾ ആദാം ലംഘനം ചെയ്തു, മരണത്തിന് വിധേയനായി. ആദാമിൽ ജനിച്ച എല്ലാവരും അതിന്റെ പരിണത ഫലം എന്ത് ചെയ്യുകയാണ്? അനുഭവിക്കുകയാണ്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പിന്നെ മൂന്നാമത് പറയുന്നത് മരണം എല്ലാവരിലും പരന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ന്യായപ്രമാണം കിട്ടാത്തവരിലും മരണം വാണു, ന്യായപ്രമാണം കിട്ടിയവരിലും മരണം വാണു, ആദാമിലും മരണം വന്നു. അപ്പൊ എല്ലാവരിലും അതങ്ങ് സ്പ്രെഡ് ചെയ്തു. ആദാം മുഖാന്തരം എല്ലാവരിലും പാപം കടന്നു, പാപനിമിത്തം മരണം കടന്നു എന്ന് നമ്മൾ വായിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വാഴുന്ന 4 പേരെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, മരണം സകല മനുഷ്യരിലും വാഴുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മേളിൽ വായിക്കുന്നുണ്ട്, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കൃപാവരമോ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പം മരണം എല്ലാവരിലും വാഴുന്നത് പോലെ ആർക്ക് നിത്യജീവൻ ലഭിക്കുമോ, യേശുക്രിസ്തുവിലൂടെ നീതീകരണം ലഭിക്കുമോ, അവരെങ്ങനെ വാഴുകയാ? ജീവനിൽ വാഴും. ഇനി അതിന്റെ അവസാന വാക്യം വായിക്കുമ്പോൾ പാപം മരണത്താൽ വാഴുന്നു. അതിന്റെ താഴെ വായിക്കുക, കൃപയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പൊ മരണം വാണു ഒരു രാജാവിനെ പോലെ. മരണം മാത്രമല്ല, അവിടെ നീതീകരണം പ്രാപിച്ച പ്രിയ വിശ്വാസികൾക്ക് ജീവനിൽ വാഴുകയാണ്. അതോടൊപ്പം തന്നെ പാപം വാഴുകയാണ്, കൃപയും വാഴുകയാണ്. 4 വാഴുന്ന രാജാക്കന്മാരെ പോലെ വാഴുന്നവരെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ 12, 13, 14 വാക്യങ്ങളിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. ഒന്ന്, ഏക മനുഷ്യനാൽ പാപം ഈ ലോകത്തിൽ കടന്നു. ഏക മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദാമിനെയാണ്. പാപം കടന്നതിനാൽ എല്ലാ മനുഷ്യരിലും മരണവും എന്ത് ചെയ്തു? കടന്നു. അത് പാപം ന്യായപ്രമാണം കിട്ടിയവരിലും കിട്ടാത്തവരിലും ഒരുപോലെ മരണം വ്യാപരിച്ചു. മരണം എല്ലാവരിലും എന്ത് ചെയ്തു? പരന്നു. പാപനിമിത്തമാണ് മരണം എല്ലാവരിലും ബാധകമായത്. അത് ആര് വരെ വാണു? മോശ വരെ വാണു എന്ന് വായിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് മോശ വരെ ഉള്ളവർക്ക് പ്രമാണം കിട്ടിയില്ല. പ്രമാണം കിട്ടാത്തവരും മരണത്തിന് വിധേയരായി. കാരണം ആദാമിലുള്ള ആദാം നിമിത്തം പാപികളായി തീർന്ന എല്ലാ മനുഷ്യരിലും മരണം വാണു. മോശ മുതല് ന്യായപ്രമാണം കിട്ടി. ന്യായപ്രമാണം ലംഘിക്കുന്നവരിലും എന്ത് ചെയ്തു? മരണം വാണു എന്നവിടെ സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 15, 16 വാക്യങ്ങളില് ആദാമിന്റെയും ക്രിസ്തുവിന്റെയും വ്യത്യാസം എടുത്തു പറയുകയാണ്. അവിടെ പ്രധാനമായി പ്രവൃത്തി വ്യത്യാസമുണ്ട്, ഇല്ലേ? ആദാം എന്ത് ചെയ്തു? ലംഘനം ചെയ്തു. അത് നിമിത്തം എന്തോ സംഭവിച്ചു? മരണം ഭവിച്ചു. ക്രിസ്തു എന്ത് ചെയ്യുക? അനുസരണത്താൽ കൃപ പകരുക. കൃപ പകരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലംഘനങ്ങൾക്ക് പരിഹാരം തരിക. ഇപ്പൊ പ്രവൃത്തിയുടെ വ്യത്യാസം നോക്കിക്കേ. ആദാം ലംഘനം ചെയ്യുന്നു, പരിണിത ഫലം പാപം ഉണ്ടാകുന്നു. പാപത്തിന്റെ ഫലമായി മരണം ഉണ്ടാകുന്നു. ലംഘനത്താൽ മരണം ഉണ്ടാകുന്നു. യേശുക്രിസ്തുവോ കൃപദാനം ചെയ്യുന്നു. എങ്ങനെ? അത് നിമിത്തം നമുക്ക് എന്തോ ലഭിക്കുന്നു? നീതീകരണം ലഭിക്കുകയാണ്.
അപ്പൊ 15-16 വാക്യങ്ങളിൽ എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഇവിടെ പാപത്തെയും മരണത്തെയും ആളത്തപരമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്നുണ്ടാകുന്ന ഈ പ്രവൃത്തിയുടെ റിസൾട്ട് ഒന്ന് നോക്കിക്കേ. ആദാം പാപം ചെയ്തപ്പോൾ നമുക്ക് എന്തോ വന്നു? ശിക്ഷാവിധി വന്നു, ഇല്ലേ? അവിടെ നമ്മൾ വായിക്കുന്നത് ഏകന്റെ 16-ാം വാക്യം, ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി നിമിത്തം നമുക്ക് എന്തോ കിട്ടി? അതേ വാക്യത്തിൽ തന്നെ പറയുന്നു, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഇപ്പൊ യേശുക്രിസ്തുവിലൂടെ നീതീകരണം ലഭിച്ചു, ആദാമിലൂടെ ശിക്ഷാവിധി ലഭിച്ചു. അതാണ് ലംഘനത്തിന്റെ പെട്ടെന്നുള്ള പരിണിത ഫലം എന്ന് പറയുന്നത്. ഇനി അവസാന ഫലം എന്താണെന്നാണ് താഴോട്ട് പറയുന്നത്. ആദാമിൽ എല്ലാവരും എന്ത് ചെയ്യും? മരിക്കും. യേശുക്രിസ്തുവിൽ എന്തോ ചെയ്യുന്നു? അവിടെ നീതീകരണം കിട്ടുന്നു എന്ന് അതിന്റെ 16-ാമത്തെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏകന്റെ ലംഘനത്തെ ചുരുക്കി പറഞ്ഞാൽ, ആദാമിന്റെ ലംഘന നിമിത്തം മരണം വന്നു, പെട്ടെന്ന് തന്നെ മരണം പിടിവിട്ടു. മരണത്തിന്റെ ഫലം എന്തുവാ? നിത്യ നരകമാണ്, ഇല്ലേ? എന്നാൽ യേശുക്രിസ്തുവിലൂടെ നീതി അനുസരണത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ ഏകന്റെ അനുസരണത്താൽ പാപമോചനം നമുക്ക് ലഭിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഫലം എന്തുവാ? നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മാത്രമുള്ളതല്ല. നമ്മൾ ഇനാഗുറേറ്റഡ് എസ്കറ്റോളജി എന്ന് പറയുന്ന ഒരു ഐഡിയ പഠിച്ചു കാണും, അല്ലെ ഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ അന്ത്യകാല ശാസ്ത്രത്തോട് ബന്ധപ്പെട്ട 3 ചിന്താഗതികളാണ്. ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് എസ്കറ്റോളജി എന്ന് പറയും. അതായത് കർത്താവായ യേശുക്രിസ്തു വന്നു കഴിഞ്ഞ് കർത്താവിനോടൊപ്പം വാഴും. എന്നാൽ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് റിയലിസ്റ്റിക് എസ്കറ്റോളജി എന്ന് പറയും. ഇപ്പൊ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ തന്നെ സ്വർഗമാ നമ്മൾ അനുഭവിക്കുന്നത്, ഭൂമിയിലാ സ്വർഗം എന്നുള്ള ഒരു ആശയമാണ്. ഇവിടെ തന്നെ എല്ലാം കിട്ടി, നിത്യത കിട്ടി, സ്വർഗ സന്തോഷം കിട്ടി എന്നുള്ള ഒരു ആശയമാണ്. എന്നാൽ മൂന്നാമത്തേത് ഇനാഗുറേറ്റഡ് എസ്കറ്റോളജി എന്ന് പറയും. അതായത് യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ തന്നെ സ്വർഗീയ സന്തോഷം കിട്ടി, സ്വർഗീയ ആനന്ദം നമുക്ക് കിട്ടി. പക്ഷെ അതിന്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു വീണ്ടും വരുമ്പോഴാണ്. വീണ്ടും വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്ന് നമ്മൾ ആ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നത്. ഈ 3 ചിന്താഗതിയാണ് ഭാവികാല ശാസ്ത്രത്തെ കുറിച്ചുള്ളതിലെ പ്രധാനമായുള്ള ചിന്താഗതികൾ. ഇവിടെ നിത്യജീവൻ എന്ന് പറയുന്നത് ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നു. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്ന് നിത്യ 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 നിത്യകാലം കർത്താവിനോടൊപ്പം വസിക്കുന്ന അനുഭവമാണ്. ഏകന്റെ ലംഘനത്താൽ മരണം വന്നു എന്ന് പറഞ്ഞാൽ കേവലം ഭൂമിയിൽ മരണം മാത്രമല്ല, നിത്യമരണവും അവിടെ അർത്ഥമാക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടുന്നത് നിത്യമായ, നിത്യത്തിന് നിത്യ എന്നുള്ളതിന് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതൊന്ന് നീട്ടി പറഞ്ഞാൽ നിത്യകാലം അങ്ങ് നിത്യത. സ്തോത്രം. അപ്പൊ അവിടെ ചുരുക്കി പറഞ്ഞാൽ ആദാമിലൂടെ പാപം പ്രവേശിച്ചു, ഏകന്റെ ലംഘനത്താൽ പാപം വന്നു, പാപം എല്ലാവരിലും വരുന്നു, അത് നിമിത്തം മരണം എല്ലാവരിലും വ്യാപരിച്ചു. മരണം വ്യാപരിച്ചത് കൊണ്ട് ശിക്ഷാവിധി കിട്ടി. ശിക്ഷാവിധി എന്ന് പറയുന്നത് നിത്യനരകമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ കൃപ എല്ലാവരിലും പകർന്നു. കൃപ പകർന്നത് കൊണ്ട് അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഒരു അനുഭവം മാത്രമല്ല, നിത്യ 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 നിത്യകാലം കർത്താവിനോടൊപ്പം വസിപ്പാനുള്ള അനുഭവങ്ങൾ അവിടെ നമുക്ക് കിട്ടുകയാണ്. ഞാൻ ഇച്ചിരി സ്പീഡിൽ അങ്ങ് പോവുകയാണ്. 18-19 വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. മേളിൽ പറഞ്ഞതിന്റെ ഒരു വിശദീകരണമാണ്. ഏവന്റെ അനുസരണക്കേടിനാൽ ശിക്ഷാവിധി വന്നു, ഏകന്റെ അനുസരണത്താൽ പരദീസ കിട്ടുന്നു. നമുക്കറിയാം, ആദാം പാപം ചെയ്തപ്പോ എന്തുവാ നഷ്ടപ്പെട്ടെ? പാപം പെരുകിയെന്ന് മാത്രമല്ല, 7 നഷ്ടം കുറഞ്ഞത് ഒറ്റ പാപപ്രവൃത്തിയാൽ സംഭവിക്കുക. എന്തൊക്കെയാ? 1,
നിത്യജീവൻ നഷ്ടപ്പെട്ടില്ലേ? 2, ദൈവീക കൂട്ടായ്മ നഷ്ടപ്പെട്ടു. 3, ഏതൻ പരദീസാവാസം നഷ്ടപ്പെട്ടു. 4, പുത്രത്വം നഷ്ടപ്പെട്ടു. 5, ഗ്ലോറി തേജസ് നഷ്ടപ്പെട്ടു. 6, വിശുദ്ധ രക്തം നഷ്ടപ്പെട്ടു. 7, സൃഷ്ടികളുടെ മേലുള്ള വാഴ്ച എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അപ്പൊ 7 നഷ്ടമാണ് ആദാമിന്റെ ലംഘനത്താൽ ചുരുങ്ങിയത് നമുക്ക് ഉണ്ടായത്. അപ്പോ ഈ നഷ്ടം ഏകൻ മനുഷ്യന്റെ കേടിനാൽ ഈ നഷ്ടങ്ങൾ വരിക മാത്രമല്ല, അനേകർ പാപികളായി തീർന്നു. അതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ എന്ത് ചെയ്യും? നീതിവാന്മാരായി മാറും എന്നാണ് 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വീണ്ടും അതിന്റെ എക്സ്പ്ലെയിൻ, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിവാന്മാരായി തീരും. ചുരുക്കി പറഞ്ഞ, മേളിൽ പറഞ്ഞ വാക്യത്തിന് ഒന്നോടൊരു എക്സ്പ്ലനേഷൻ നൽകുകയാണ്. ഇനിയും 20-21 വാക്കുകളിൽ കൃപയും ന്യായപ്രമാണവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അവിടെ പറയുക. അവിടെ എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാവം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുന്നത് ശിശുപാലകനാണ്. എന്തുവാ ശിശുപാലകന്റെ അവസ്ഥ? നേഴ്സറി ടീച്ചറ് പഠിപ്പിക്കുക, അല്ലെ നേഴ്സറി പഠിപ്പിക്കുക. അവിടെ പഠിപ്പിക്കുന്നത് പൂർണ്ണതയാകാനല്ല, തുടർന്ന് PhD വരെ പഠിക്കാനുള്ള ഒരു വഴിയുണ്ട്, അല്ലെ തുടർന്ന് പോസ്റ്റ് PhD എടുക്കാനുള്ള ഒരു വഴി ഉണ്ടെന്നുള്ളത് തുറന്നു തരുന്നതാണ് ഈ LKG UKG ക്ലാസ് എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് പഠനം തീരുകയല്ല. ഇതുപോലെ ഈ ന്യായപ്രമാണം ശിശുപാലകനായിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ്. എന്തിനാണെന്നറിയാമോ? കൃപ അത്യാവശ്യമാണ് എന്ന് കാണിക്കുവാൻ നിയമിച്ച ഒരു ശിശുപാലകനാണ് ആര്? ഈ ന്യായപ്രമാണം എന്ന ഗലാത്യ ലേഖനം 3:19 വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പോഷപ്പെടുന്നു, അതും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ന്യായപ്രമാണം വരുമ്പോൾ ലംഘനം പെരുകുക, അത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇത് രണ്ടും ലംഘിച്ചാലും ലംഘനമാണ്. ലംഘനം പെരുകുമ്പോ എന്താ സംഭവിക്കുക? പാപം വർദ്ധിക്കുക. ഓരോ തെറ്റിനും, ഓരോ കൽപ്പന ലംഘിക്കുമ്പോഴും എന്ത് ചെയ്യുക? ഇപ്പൊ പോലീസുകാർ വണ്ടി ഓടിച്ചോണ്ട് പോയി ഒരുത്തനെ തടഞ്ഞു നിർത്തി, ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ലൈസൻസ് ഇല്ല. എന്നാൽ 500 രൂപ, ഇന്ത്യ നിനക്ക് വണ്ടിയുടെ പേപ്പറും ഇതൊക്കെ ഇഞ്ഞെടുത്ത്. അത് വണ്ടിക്ക് പേപ്പർ ഇല്ല. അടുത്ത പിഴ. ഹെൽമെറ്റ് വെച്ചിട്ടില്ലെന്നും പറഞ്ഞാ തുടങ്ങിയത്. ഹെൽമെറ്റിന് പിഴ. അപ്പൊ ഹെൽമെറ്റ് മാത്രമേ ലംഘിച്ചിട്ടുള്ളെങ്കിൽ ഹെൽമെറ്റിന് മാത്രമേ പിഴവുള്ളൂ. കാറല്ല, ബൈക്ക് ഓടിച്ചോണ്ട് പോവാന്ന് ചിന്തിക്കുക, കേരളത്തിലെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുക. അപ്പൊ ബൈക്ക് ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ, ഹെൽമെറ്റിന് മാത്രമേ ഉള്ളൂ. നോക്കിയപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല, വണ്ടിയുടെ പേപ്പറും ഇല്ല, ഇൻഷുറൻസും ഇല്ല, പുകയുടെ പേപ്പറും ഇല്ല, ഒന്നുമില്ല. അപ്പോഴത്തേക്ക് അതിനെല്ലാ ലംഘനത്തിനും പിന്നെ ഫൈൻ വർദ്ധിക്കുന്നത് പോലെ ന്യായപ്രമാണം വന്നപ്പോഴാണ് ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം. 10 കൽപ്പനയും 613 ചട്ടവുമാണ്. 613 ചട്ടം. അതിനകത്ത് ചെയ്യണമെന്നുള്ളത്, ചെയ്യരുതെന്നുള്ളത്. ചെയ്യണമെന്നുള്ളത് 365 ചെയ്യരുതെന്നും 258 ചെയ്യണമെന്നുള്ളതും. ഇതെന്ത് ലംഘിച്ചാലും എന്താണ്? ലംഘനം തന്നെയാണ്, ശിക്ഷ തന്നെയാണ്. അപ്പൊ ന്യായപ്രമാണം വന്നപ്പോൾ ലംഘനം എന്ത് ചെയ്തു? പെരുകി. ലംഘനം പെരുകുന്നതിനെ അനുസരിച്ച് ക്രൂശിൽ ആരുടെ കൃപ പെരുകുന്നു? കർത്താവ് നമ്മോട് കാണിക്കുന്ന കൃപയും എന്ത് ചെയ്തു? പെരുകുന്നു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പൊ ലംഘനം പെരുകുന്നിടത്ത് കൃപ പെരുകുന്നത് പോലെ കൃപ പെരുകുന്നു. എന്തിനാ? നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഞാൻ ചുരുങ്ങി തുടർന്ന്
ക്രിസ്തുവും യേശുവും തമ്മിലുള്ള കുറെ താരതമ്യങ്ങൾ ഒന്ന് എടുത്തു പറയാം. നിങ്ങളത് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, അല്ലെ പിന്നീട് ഈ യൂട്യൂബിനകത്തൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതാണെങ്കിലും ശ്രദ്ധിക്കുവാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞതുപോലെ 6 അധ്യായം കൂടെ എനിക്ക് കഴിവുള്ളിടത്തോളം തീർക്കാനായിട്ട് ഒരാഗ്രഹമുണ്ട്. ഒന്ന്, ആദാം ആരാ? പഴയ സൃഷ്ടിയുടെ ശിരസ. ക്രിസ്തു ആരാ? പുതിയ സൃഷ്ടിയുടെ ശിരസാണ്. 2 കൊരിന്ത്യർ 5:17-18 നമ്മളത് വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 2:10 വായിക്കുന്നുണ്ട്. ക്രിസ്തു സഭയുടെ തലയാണ് എന്നുള്ള അർത്ഥത്തിൽ വായിക്കുന്നുണ്ട്. ആദാം എന്തോ ചെയ്തു? പാപം ചെയ്തു. ക്രിസ്തു പാപം അറിഞ്ഞിട്ടില്ല, പാപമില്ല, പാപം ചെയ്തിട്ടില്ലാത്തവനാണ്. മൂന്നാമത്, ഒരു പാപനിമിത്തം എല്ലാവരും ആരായി? പാപികളായി. അത് 5:15 നമ്മൾ വായിച്ചു. ഇനിയും 5:19 വായിക്കുന്ന എന്തുവാ? അനുസരണ നിമിത്തം എല്ലാവർക്കും നീതിവാന്മാരായി തീരാൻ വഴി തുറന്നു. 4-മത്തെ കാര്യം, ആദാം പാവൻ ജീവനുള്ള ദേഹിയായി തീർന്നെന്നാണ് എഴുതിയേക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ജീവിപ്പിക്കുന്ന ആത്മാവായി. 1 കൊരിന്ത്യർ 15:55 അവിടെ നമ്മൾ ആദാമും യേശുവും തമ്മിൽ ഒരു താരതമ്യമുണ്ടല്ലോ, അവിടെ വായിക്കുന്നു. ആദാം എവിടെ നിന്നുള്ളവനാ? ഭൂമിയിൽ നിന്നുള്ളവൻ. യേശുക്രിസ്തുവോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. 1 കൊരിന്ത്യർ 14:47 നമ്മൾ വായിക്കുന്നു. ആദാം കൊണ്ടുവന്നത് എന്തുവാ? മരണം കൊണ്ടുവന്നു. അത് ഈ റോമാലേഖനം 5:12-17 1 കൊരിന്ത്യർ 15-ാം അധ്യായം 21-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു എന്ത് കൊണ്ടുവന്നു? ജീവൻ കൊണ്ടുവന്നു. 5-ാം അധ്യായം 17-18 യോഹന്നാന്റെ സുവിശേഷം 10:10 നമ്മളത് വായിക്കുന്നുണ്ട്. ഇനി ആദാമിന്റെ സന്തതികൾക്ക് പാപപ്രകൃതിയാ. അത് 12-19 നമ്മൾ കണ്ടു. പാപമോചനം നിമിത്തം നമുക്ക് എന്തോ ഉണ്ട്? ദൈനംദിന ജീവിതത്തിൽ ക്രൂശീകരണത്തിന് വിധേയപ്പെടുമ്പോൾ പാപ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് എന്തോ ഉണ്ട്? മോചനമുണ്ടെന്ന് 19-ാം വാക്യത്തിലും 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-18 വാക്യങ്ങളിലും വായിക്കുന്നുണ്ട്. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അവൻ ആത്മീയമായത് ഗ്രഹിക്കുന്നു. അവന് ആത്മീയനെയും ശിശുവിനെയും ജഡീയനെയും പിന്നെ സാക്കിക്കോസിനെയും ന്യൂമാറ്റിക്കോസിനെയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ അത് പറയുന്നുണ്ട്. ഇനിയും ദൈവകൃപ ആദാം നഷ്ടമാക്കിയെങ്കിൽ യേശുക്രിസ്തു നിമിത്തം, യേശുക്രിസ്തു ചൊരിഞ്ഞ കൃപ നിമിത്തം നമുക്ക് നിത്യജീവൻ എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. ആദാം ദൈവകൃപ നഷ്ടമാക്കി. യേശുക്രിസ്തു എന്ത് ചെയ്തു? അവൻ നഷ്ടമാക്കിയതെല്ലാം പുനഃസ്ഥാപിക്കുന്നു. നമുക്കറിയാം, ക്രിസ്തുവിലൂടെ നഷ്ടപ്പെട്ടു പോയ ഈ 7 അനുഗ്രഹങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ പ്രാപിക്കുകയാണ്. പ്രാപിച്ചു, ഇനിയും പ്രാപിക്കാനുള്ളതുണ്ട്. പൂർണ്ണ തേജസ്സൊക്കെ പ്രാപിക്കുന്ന കർത്താവിന്റെ വരവില. ആദാം ലംഘനം ചെയ്തു, കോപമുണ്ടായി എന്ന് 15-17 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. യേശുക്രിസ്തു തന്റെ അനുസരണത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് 18-ാം വാക്യത്തിൽ നമ്മൾ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആദാം മുഖാന്തരം എന്തു വന്നു? മരണം ആണെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം ജീവൻ വാഴുകയാണ്. ആദാം മുഖാന്തരം പാപം പെരുകുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം കൃപ പെരുകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗവും കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ആദാമിന്റെയും ക്രിസ്തുവിന്റെയും ഒരു താരതമ്യ പഠനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞാൽ, ആദാം മുഖാന്തരം ലംഘനമുണ്ടായി. ലംഘന നിമിത്തം പാപം എല്ലാവരിലും പരന്നു. പാപം പരന്നപ്പോൾ എല്ലാവരിലും മരണം പരന്നു. അത് ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പുമുണ്ട്, പിമ്പുമുണ്ട്. ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ ലംഘനങ്ങൾ വർദ്ധിച്ചു. പക്ഷേ യേശു ക്രിസ്തു മുഖാന്തരം പാപമോചനമുണ്ട്, നീതീകരണമുണ്ട്. ലംഘനം എത്ര പെരുകിയാലും അതിന്റെ അനുസരിച്ച് എന്തോ പെരുകുന്നു? കൃപ പെരുകുന്നു. ഇതാണ് 12 മുതൽ 21 വരെ ഉള്ളതിന്റെ സാരാംശം എന്ന് പറയുന്നത്. സ്തോത്രം. ഇപ്പൊ വാഴുന്ന 4 പേര് മരണം വാഴുന്നു, വിശ്വാസികൾ ജീവനിൽ വാഴുന്നു, പാപം വാഴുന്നു, എന്നാൽ ദൈവമക്കളിൽ കൃപ വാഴുന്നു എന്ന് നമ്മൾ കണ്ടു.
ഇനി നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം 13-ാം നൂറ്റാണ്ടിലാണ് ഈ അധ്യായങ്ങളൊക്കെ തിരിച്ചത്, ഇല്ലേ? നമ്മൾ വായിച്ചിട്ടുണ്ട്. കർദിനാള് സ്റ്റീബൻ ലാഗോഗും മറ്റും ഫൂഗോയും കർദിനാൾ ഫൂഗോയും സ്റ്റീബൻ ലാഗോഗും ഒക്കെയാണ് അധ്യായം തിരിച്ചത്. വാക്യമായി തിരിച്ചത് പാരീസിലെ ഒരു പ്രിന്റർ ആയിരുന്ന റോബർട്ട് സ്റ്റെഫാനോസാണ്. അപ്പോ ഈ 5-ാം അധ്യായം 21-ഉം 6-ാം അധ്യായം 1-ാം വാക്യവും ഒക്കെ തമ്മില് ഭയങ്കര ബന്ധമാണ്. 5-ാം അധ്യായം 21 വായിക്കുന്നത് കൃപ വരികയെന്ന്. അപ്പൊ 6-ാം അധ്യായത്തിലെ 1-ാമത്തെ ചോദ്യം എന്തുവാ? എന്നാ പിന്നെ കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ട് ഇരിക്കുകയെന്നോ? ആകയാൽ എന്തു പറയണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ട് ഇരിക്കുകയെന്നോ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. ഈ 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ എല്ലാ ദൈവമക്കൾക്കും അറിയാം. കാര്യം സ്നാനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ അധ്യായത്തിലെ പ്രധാനമായി എഴുതിയിട്ടുള്ള അല്ലെ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ ഞാൻ എത്രയും വേഗം പറയാനാണ് ആഗ്രഹിക്കുന്നത്. 4 കാര്യങ്ങൾ ഈ അധ്യായം ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. പൊതുവിൽ എല്ലാ വാക്യങ്ങളും ഈ 4 കാര്യങ്ങളിൽ ഉൾപ്പെടും. നമുക്കറിയാം 5-ാം അധ്യായത്തിലെ നീതീകരണം കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്തുവാ? മഹത്വീകരണമാണ്. നീതീകരണം കിട്ടി. തേജസ്കരണം എപ്പോഴാ കിട്ടാൻ പോകുന്നേ? അത് ഭാവിയില. എപ്പോഴാ? നമ്മുടെ കർത്താവ് കടന്നു വരുമ്പോൾ പുത്രത്വത്തിന്റെ പൂർണ്ണതയാകുന്ന വീണ്ടെടുപ്പ് നമ്മൾ പ്രാപിക്കും. പക്ഷെ ഇതിനിടയ്ക്കൊരു കാലമില്ലേ? അതാ ഈ ഭൂമിയിലുള്ള വാസം. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ സ്വർഗത്തിൽ കർത്താവ് കൊണ്ടുപോയോ? ഇല്ല. സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? കൊണ്ടുപോകും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഭൂമിയിൽ ഒരു ജീവിതമില്ലേ? ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടുന്നത് എന്തുവാ? വിശുദ്ധീകരണമാണ്. അവിടെ നമുക്ക് വേണ്ടുന്നത് വിശുദ്ധീകരണമാണ്. അപ്പോൾ നീതീകരണം പ്രാപിച്ച ദൈവമക്കൾ വിശുദ്ധീകരണത്തിലൂടെ മുതിർന്ന് ഓരോ ദിവസവും വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നയിക്കുക. അപ്പൊ ഈ 5-ാം അധ്യായത്തിൽ നമ്മൾ എന്തോ കണ്ടു? നീതീകരണത്തെ കുറിച്ച് പഠിച്ചു. 6-7 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വിശുദ്ധീകരണത്തെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പൊ അവിടെ പറയുന്ന 1-ാമത്തെ പദമെന്ന് പറയുന്നത് അറിയുക എന്നുള്ള പദമാണ്. നമ്മൾ അതിന്റെ 3-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നോ എന്നുള്ളൊരു പദമാണ്. എന്തൊക്കെ അറിയണം? ഒന്ന്, അവിടെ ഒരു ചോദ്യം ഉയരുക. ആകെ എന്ത് പറയണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? അത് 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യവുമായി കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഉത്തരം ഒരു നാൾ വരുത്. രക്ഷിക്കപ്പെട്ട നീതീകരണം പ്രാപിച്ച ദൈവമക്കൾ കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കരുത്. എന്തുകൊണ്ട്? നാം പാപസംബന്ധമായി മരിച്ചവരാണ്. അതുകൊണ്ട് ഇനി നമുക്കതിൽ ജീവിക്കാൻ പറ്റുകയില്ല. ഡൈ ടു സിന്നും ഡൈ ഇൻ സിന്നുമാണ്. നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു. അപ്പൊ ലംഘനങ്ങൾ വന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പാപത്തിനു മരിച്ചു. ഡൈ ടു സിൻ. നമ്മൾ പാപത്തിന് മരിച്ചവരാ. അതുകൊണ്ട് പാപം ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല. മരിച്ചവരെങ്ങനെ പാപം ചെയ്യുന്നേ? അതുകൊണ്ട് ലംഘനം ചെയ്ത് കൃപ പെരുക്കാമെന്ന് ചിന്തിക്കണ്ട. എന്തുകൊണ്ടെന്നാൽ പാപസംബന്ധമായി നമ്മൾ ആരാണ്? മരിച്ചവരാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട 1-ാമത്തെ കാര്യം, നമ്മൾ പാപസംബന്ധമായി മരിച്ചവരാണ്. അതുകൊണ്ട് അതിൽ ജീവിക്കാൻ നമുക്ക് പറ്റുകയില്ല. 2-ാമത്തെ കാര്യം, നാം സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നു. അതാ 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുള്ളത്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നമ്മൾ കർത്താവിന് മരണത്തിൽ എന്ത് ചെയ്തു? പങ്കാളികളായി.
സ്നാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനോട് ചേർന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ, ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിലും അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും നമ്മൾ ആരായി? പങ്കാളികളായി. നമ്മൾ നോക്കണേ, പാപമില്ലാത്ത യേശു ക്രിസ്തു യോഹന്നാന്റെ സ്നാനത്തിൽ, പാപികൾക്ക് കൊടുക്കുന്ന സ്നാനത്തിൽ, അഥവാ മാനസാന്തരം വേണ്ടുന്നവർക്ക് കൊടുക്കേണ്ടുന്ന സ്നാനത്തിൽ കർത്താവ് നമ്മളോട് പങ്കാളികളായി. എന്തിനാ? നമുക്കൊരു മാതൃക വെച്ചേച്ചു പോവാൻ. യേശുവിനെ സ്നാനപ്പെടണമായിരുന്നോ? വേണ്ട. എന്തുകൊണ്ട് സ്നാനപ്പെടണ്ട? യേശു പാപം ചെയ്തിട്ടില്ല. മാനസാന്തരപ്പെടുന്നവർക്ക് കൊടുക്കുന്ന സ്നാനമാ. പക്ഷേ പാപം ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകേണ്ടതിന് നമ്മോട് അനുരൂപപ്പെട്ടത് കൊണ്ട് നമ്മുടെ മരണത്തിലൂടെ, അല്ലെ നമ്മുടെ സ്നാനത്തിലൂടെ, നമ്മൾ യേശു ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും എന്ത് ചെയ്യുന്നു? അനുരൂപപ്പെടുക. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് പത്രോസ്ലിയ പറയുന്ന പോലെ അഴുക്ക് കളയാൻ വേണ്ടി ഉള്ളതല്ല, മറിച്ച് ആഴമായ അർത്ഥം അടങ്ങിയ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. ഏതിലൊക്കെ? അവന്റെ മരണത്തിൽ പങ്കാളിയായി, അവന്റെ അടക്കത്തിൽ പങ്കാളിയായി, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളായി എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അപ്പൊ നമ്മൾ ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ആ മരണത്തോട് നമ്മുടെ മരണം ഉണ്ടായിരുന്നു. അതിന്റെ പുറകിലോട്ട് നോക്കിയാൽ നമ്മൾ നിപ്പുണ്ട്. നമ്മുടെ കയ്യേലും കാലേലും യേശു ക്രൂശ് മരണം മരിച്ചപ്പോൾ നമുക്ക് വേണ്ടിയൂടെയാണ്. നമ്മളും ആ മരണത്തിൽ പങ്കാളികളാണ്. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനിയും പാപത്തിന് അടിമപ്പെടാൻ പാടില്ല. ക്രൂശീകരണം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാ കേട്ടോ. നമ്മളറിയാമല്ലോ, ഈ യാഗം പഴയ നിയമത്തിലേത് ഒരു മൃഗത്തെ കൊണ്ടുവന്ന് അങ്ങ് യാഗം കഴിച്ചാൽ മതിയായിരുന്നു. അത് കത്തിച്ചാമ്പലാകുമ്പോ തീർന്നു. പക്ഷെ ഒരു ദൈവവൈതലിന്റെ ശരീരയാഗം അല്ലെ യാഗം തീരുന്നില്ല. എപ്പോഴും നമ്മൾ എവിടെ കിടക്കുക? യാഗപീഠത്തിൽ കിടക്കുക. ജീവനുള്ള യാഗമാണ്, തീരുന്നില്ല, കത്തിച്ചാമ്പലാകുന്നില്ല. ഇതുപോലെ ഞാൻ അവനും അവൻ എനിക്കായും ക്രൂശിക്കപ്പെട്ടിരിക്കും, ലോകം എനിക്കായും ലോകത്തിന് ഞാനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പൗലോസ്ലിയ പറയുന്ന പോലെ നമ്മുടെ ക്രൂശീകരണ പ്രക്രിയ, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ പ്രക്രിയ 3 മണിക്കൂറോ 6 മണിക്കൂർ കൊണ്ടോ തീർന്നു. പക്ഷെ നമ്മുടെ ക്രൂശീകരണ പ്രക്രിയ തീരുന്നില്ല. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നിടം വരെ ഓരോ ദിവസവും നമുക്ക് എന്തോ ചെയ്യണം? ക്രൂശീകരണം നടക്കണം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ലോകത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ലോകം നമുക്കും നമ്മൾ ലോകത്തിനും എന്ത് ചെയ്യണം? ക്രൂശിക്കപ്പെട്ടവരായി മാറണം. അപ്പൊ ക്രൂശീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് നമ്മൾ അറിയണം. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് പാപത്തിന് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അടിമപ്പെടാൻ പാടില്ല. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലാണ് നമ്മുടെ ക്രൂശീകരണം. ഇനി അടുത്തത് 9-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നത്, അതിന്റെ 6, 7, 8 വായിക്കും. അങ്ങനെ മരിച്ചവൻ പാപത്തിന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, അഥവാ പുനരുത്ഥാന ശരീരസ്ഥനായതുപോലെ നമ്മളും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേൽക്കുന്നു. അതുകൊണ്ട് നമ്മള് അവനോടുകൂടെ മരിച്ച നമ്മൾ അവനോടുകൂടെ ജീവിക്കുന്നു എന്നാണ് അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇനി 9-ാം വാക്യത്തിൽ അറിയേണ്ട അടുത്ത കാര്യം എഴുതിയിട്ടുണ്ട്. എന്തുവാ? ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുക, ഇനിയും മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനിയും കർത്തൃത്വമില്ലെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അപ്പൊ ക്രിസ്തു മരിച്ചു, ഇനി അവനെ കൊല്ലാൻ ആർക്കും കഴിയുകയില്ല. മരണത്തിന് അവന്റെ മേൽ എന്തില്ല? കർത്തൃത്വമില്ല.
നമ്മളും മരിച്ചു. അതുകൊണ്ട് പാപത്തിന് മരിച്ചു. അതുകൊണ്ട് പാപത്തിന് നമ്മുടെ മേൽ ഇനി എന്തില്ല? കർത്തൃത്വമില്ല. അപ്പൊ ഈ അധ്യായം വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള അധ്യായമാണ്. ഞാൻ സൂചിപ്പിച്ചു. സ്നാനമൊക്കെ നമ്മൾ ഒത്തിരി ചിന്തിച്ചതായതുകൊണ്ട് അത് നമ്മൾ ആഴമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ കാര്യം അറിയുക. എന്തൊക്കെ അറിയണം? ഒന്ന്, പാപസംബന്ധമായി നമ്മൾ മരിച്ചവരാണ്. നമ്മുടെ വിശുദ്ധീകരണത്തിന്, വിശുദ്ധ ജീവിതത്തിന് നമ്മൾ അറിയേണ്ട കാര്യം പാപസംബന്ധമായി നമ്മൾ മരിച്ചവരാണ്. രണ്ട്, നാം സ്നാനമേറ്റ് യേശു ക്രിസ്തുവിനോട് ചേർന്നവരാണ്. മൂന്ന്, അവന്റെ മരണത്തിലും അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിനും സ്നാനത്തിലൂടെ നമ്മൾ പങ്കാളികളായവരാണ്. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനും എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനിയും പാപത്തിന് നമുക്ക് എന്തില്ല? അടിമപ്പെടാൻ പാടില്ല. ക്രൂശീകരണം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതുമാത്രമല്ല, ക്രിസ്തു മരിച്ചു. അവന്റെ മേൽ മരണത്തിന് ആധിപത്യം ഇല്ലാത്തതുപോലെ മരണത്തിന് കാരണമായ പാപത്തിന് നമ്മുടെ മേലും ആധിപത്യം പുലർത്താൻ നമ്മൾ എന്ത് ചെയ്യരുത്? അനുവദിച്ചു കൊടുക്കരുത്. എന്തുകൊണ്ട്? പുനരുത്ഥാന ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് പാപത്തിനും പാപശക്തിയുടെ മേലും ജയം നേടാനുള്ള ഒരു ശക്തി നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? ജയകരമായ ജീവിതം ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ ഒന്നാമത്തെ പദം നോ യുവർ സെൽഫ് ആൻഡ് നോ യുവർ ഗാഡ് എന്ന് പറയുന്ന പോലെ നമ്മൾ ആരാണെന്ന് അറിയുക. കടമനിട്ട രാമേന്ദ്രൻ ഒരു കവിത എഴുതി, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളാ എന്ന് പറയുന്നത് പോലെ നമ്മൾ അറിയണം, നമ്മൾ ആരാണെന്ന് അറിയണം. അതുകൊണ്ട് രണ്ടാമത്തെ ആശയത്തിലേക്ക് പോവുകയാണ്. ഒന്ന്, അറിയുക. രണ്ട്, വിശ്വസിക്കുക, ബിലീവ്. 8-ാം വാക്യത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഇപ്പൊ രണ്ടാമത് അറിയുക മാത്രമല്ല, നമുക്ക് ആഴമായ ഒരു വിശ്വാസം വേണം. എന്തോ വേണം? ജയകരമായ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫിന് നമുക്കൊരു വിശ്വാസം വേണം. എന്താണ്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ഒരു പുസ്തകം തന്നെ ഉണ്ട്, ക്രിസ്തു നിങ്ങൾ ജീവിക്കട്ടെ. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് മതിയാക്കുക, ക്രിസ്തു നിങ്ങൾ ജീവിക്കട്ടെ എന്നൊരു നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നതാ പറയുന്നേ? ഞാൻ ഇന്ന് മുതൽ കർത്താവിന് വേണ്ടി ജീവിക്കും. അങ്ങനെയല്ല, അത് ആ പുസ്തകക്കാരൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം, എന്നെ മലയാളത്തിലെ ഹെഡിങ് ഞാൻ പറഞ്ഞത്. ക്രിസ്തു നമ്മൾ ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് വിട്ടുകൊടുത്താൽ നമ്മൾ അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്നാ. എന്നാൽ ക്രിസ്തു നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ നായകൻ ആരായി മാറി? ക്രിസ്തുവായി മാറി. അപ്പൊ നമ്മളെ രണ്ടാമത് ജയകരമായ ജീവിതത്തിന് അറിയേണ്ടത്, ഞാൻ മരിച്ചു, യേശു എന്നിൽ എന്ത് ചെയ്യുന്നു? വാഴുന്നു. യേശു എന്നിൽ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ ജയജീവിതം എനിക്ക് സാധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് രണ്ടാമത്തെ കാര്യം ബിലീവ് എന്നുള്ളതാണ്. എന്ത് വിശ്വസിക്കണം? ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനിയും മരിക്കയില്ല. അതുപോലെ ക്രിസ്തു മരിച്ചു, അതുകൊണ്ട് ഞാൻ അവനോടുകൂടെ ജീവിക്കുന്നു. എങ്ങനെ? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെയെന്ന് നമ്മൾ മേളി വായിച്ചതുപോലെ പുനരുത്ഥാന ശക്തിയാൽ യേശു എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് ജയമുണ്ട്. പാപത്തിന്മേലും സാത്താന്റെ മേലും മരണത്തിന്മേലും ശത്രു ഒരുക്കുന്ന എല്ലാ പ്രലോഭനങ്ങളുടെ മേലും ജയം നേടാൻ മാനുഷ്യ ബുദ്ധി കൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ ഒന്നും പറ്റില്ല. പരിശുദ്ധാത്മാ ശക്തിയാൽ, ദൈവ സാന്നിധ്യത്താൽ, ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തിയാൽ നമുക്ക് സാധ്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഇടയ്ക്ക് ക്ലോക്ക് നോക്കി. അപ്പൊ മൂന്നാമത്തെ കാര്യം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ഔവണ്ണം നിങ്ങളും ഭാവസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. യു മസ്റ്റ് കൗണ്ട് യുവർ സെൽഫ്, റെക്കൺ യുവർ സെൽഫ്. അപ്പോ റെക്കൺ ചെയ്യണം, അല്ലെ കൗണ്ട് ചെയ്യണം. എന്തോ ചെയ്യണം?
നാം പാപസംബന്ധമായി മരിച്ചു. ക്രിസ്തുവിൽ ദൈവത്തിന് നമ്മൾ ജീവിക്കുന്നു. പാപസംബന്ധമായി നമ്മൾ മരിച്ചു, ക്രിസ്തുവിൽ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ എണ്ണണം. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? എണ്ണണം. എന്തോ ചെയ്യണം? കൗണ്ട് ചെയ്യണം. നമുക്കറിയാം, ഒരു പെൺകൊച്ച് വിശുദ്ധിയായിട്ട് ജീവിച്ച ഒരു പെണ്ണ. ആ പെൺകൊച്ച് കല്യാണമൊക്കെ വന്നു, ഒരു ചെറുക്കൻ വന്ന് കണ്ടു, അങ്ങ് ഇഷ്ടപ്പെട്ടു. അവർക്ക് പ്രേമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട്ടുകാർ ഉറപ്പിച്ച് ചെറുക്കനെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പെൺകൊച്ച് വഴിയാ പോയപ്പോ ഒരുത്തൻ ചൂള പഠിച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. കാര്യം അവിടെ മനസ്സിനകത്ത് മൊത്തം വീട്ടുകാർ കൊണ്ടുവന്ന അമ്പോറ്റി ചെറുക്കന്റെ ചിത്രമാണ്. അവള് പറയാ, പോടാ, ഞാന് നിനക്കുള്ളവരല്ല, അവനുള്ളവനാണ് എന്ന് എണ്ണുന്നത് പോലെ ഓരോ ദിവസവും നമ്മൾ എന്തോ ചെയ്യണം? നമ്മെ തന്നെ എണ്ണണം, കൗണ്ട് ചെയ്യണം, റെക്കൺ ചെയ്യണം, നമ്മൾ കണക്കിടണം. എന്തോ ചെയ്യണം? ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്, ദൈവത്തിന് ജീവിക്കുന്നവനാണ് എന്ന് നമ്മെ തന്നെ ഓരോ ദിവസവും കൗണ്ട് ചെയ്യണം, എണ്ണണം. നമ്മൾ എണ്ണുക എന്നൊക്കെ ഉള്ള ഒരു ഒത്തിരി പദങ്ങൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവിടെ ആദ്യം നമ്മൾ വായിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു, എണ്ണി എന്ന് വായിക്കുന്നത് പോലെ കണക്കിടണം. ഞാൻ ആരുടെ സ്വന്തമാ? സ്വന്തം നിനക്കിനി ഞാനേശുദേവ എന്ന് പാടുന്ന പോലെ നമ്മൾ കൗണ്ട് ചെയ്യണം. നാലാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. അത് പറയുന്നത് ഈൽഡ് അഥവാ സമർപ്പിക്കുക. ഈ 6-ാം അധ്യായത്തിലെ പ്രധാന ആശയവും അല്ലെ കീ വേർഡെന്ന് പറയുന്നത് സമർപ്പിക്കുക എന്നുള്ളതാണ്. സമർപ്പിക്കുക എന്നുള്ളത് അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ് മുതൽ 12 മുതൽ താഴോട്ട് വായിക്കുന്നുണ്ട്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങളിൽ ശരീരങ്ങളിൽ അതിന്റെ മോഹങ്ങളെ അനുസരിച്ച ഇനി എന്ത് ചെയ്യരുത്? വാഴരുത്. 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, പാപം വാണു, ആദാം മുതൽ വാണു, ന്യായപ്രമാണം കിട്ടിക്കഴിഞ്ഞവരുടെ മേലും വാണു. പക്ഷേ നമ്മുടെ മർത്യ ശരീരത്തിൽ നമ്മളിൽ ഇനിയും മോഹം ജനിപ്പിച്ച് അല്ലെ ജനിപ്പിക്കുന്ന മോഹങ്ങളെ അനുസരിക്കുമാറ് പാപം എന്ത് ചെയ്യരുത്? വാഴരുത്. പാപം എന്ത് ചെയ്യരുത്? വാഴരുത്. എന്നിട്ട് അതിനെന്തോ ചെയ്യണം? ഇവിടെ 2 കാര്യങ്ങളാണ്, 2 പ്രിൻസിപ്പിളാണ്. ഒന്ന്, ദ പ്രിൻസിപ്പിൾ ഓഫ് റെസിസ്റ്റ് എന്നാണ്, എതിർത്ത് നിൽക്കണമെന്നുള്ള ഒരു പാഠമാണ്. എന്തുകൊണ്ട് എതിർത്ത് നിൽക്കണം? നമ്മൾ പാപം ചെയ്യാതെ വേണം എതിർത്ത് നിൽക്കേണ്ടത്. നമ്മള് അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യണം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. എന്തുകൊണ്ട്? നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്വന്തമാണ്, നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു ദൈവത്തോട് ചേർന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ്, അവന് വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ പാപത്തോട് റെസിസ്റ്റ് ചെയ്യണം. അതാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റെസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന് 2 സൈഡുണ്ട്. എന്തുവാ? ഒന്ന് BC എന്നും AD എന്നും തിരിച്ചതുപോലെ മുമ്പ് നമ്മൾ ജീവിച്ച ഒരു സമയമുണ്ട്, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് എന്തോ ചെയ്യണം? നമ്മൾ സബ്മിറ്റ് ചെയ്യരുത്. എന്തിനെ? പാപം അനുസരിക്കുമാറ്. ഡോണ്ട് സബ്മിറ്റ് യുവർ സെൽഫ്. നീ എന്ത് ചെയ്യരുത്? നിന്റെ ശരീരത്തെ മോഹങ്ങൾ ജനിക്കുമാറ്, മോഹത്തിന് അടിമപ്പെടുമാറ് എന്ത് ചെയ്യരുത്? വിധേയപ്പെടരുത്. റെസിസ്റ്റ് ചെയ്യണം. ഡോണ്ട് സബ്മിറ്റ് യുവർ സെൽഫ്. 2, സബ്മിറ്റ് ചെയ്യണം. അതെന്തിനാണ്? അതിന്റെ 13-ാമത്തെ വാക്യം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് എന്ത് ചെയ്യരുത്? സമർപ്പിക്കരുത്. പിന്നെ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കണം. എന്ത് സമർപ്പിക്കണം? 1, ഞാൻ മരിച്ചു, ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി. അതുകൊണ്ട് എൻ്റെ ഓരോ അവയവവും കർത്താവിൻ്റെതാണ്. എൻ്റെ നാവ് കർത്താവിൻ്റെതാണ്. നമ്മൾ BBSc പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, കണ്ണ്, വായ, കാല്, കണ്ണ് എല്ലാം എന്നും പറഞ്ഞൊരു പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ എൻ്റെ വാ കർത്താവിന് വേണ്ടി, എൻ്റെ കണ്ണ് കർത്താവിന് വേണ്ടി, എൻ്റെ ചെവി കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ, എൻ്റെ കാല്
അവന്റെ വഴികളിൽ ഓടാൻ, എൻ്റെ കൈ അവന് വേണ്ടി അധ്വാനിക്കാൻ. അങ്ങനെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ നമുക്ക് ഒരു പുതുജീവിതമായതുകൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയുധങ്ങളായി എന്ത് ചെയ്യണം? സമർപ്പിക്കണം. നമ്മുടെ വാ സമർപ്പിച്ചാൽ, നമ്മുടെ നാക്ക് സമർപ്പിച്ചാൽ, നാളെ ദൈവം അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കും. അപ്പോ നമ്മള് കൃപയിൽ അധീനരാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് ഓടി മാറണം. പാപസ്വാധീനം നമ്മളിൽ കത്തിരുത്തം നടത്തരുത്. പാപത്തിന് നമ്മുടെ മേൽ വാഴാൻ അനുവദിക്കരുത്. അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കരുത്. ഇതെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ നമ്മൾ സമർപ്പിക്കണം, നമ്മെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. എന്തുകൊണ്ട്? അവിടെ ദ പ്രിൻസിപ്പിൾ ഓഫ് പെർസ്യൂവിംഗ് ഗോഡ് എന്നുള്ളതാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്. വൈ വി ആർ yield to Christ. എന്തുകൊണ്ട് നമ്മൾ കർത്താവിനെ സമർപ്പിക്കുന്നു? അതിന്റെ 14 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അതിന്റെ 6-ന്റെ 14 മുതൽ 23 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഒന്ന്, നമുക്ക് ആനുകൂല്യമായി ദൈവം നൽകി. എന്തുവാ? അതിന്റെ 14-ാം വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനം. അപ്പൊ ദൈവത്തിന്റെ ഫേവർ നോക്കിക്കേ, നമ്മുടെ മേൽ എന്തോ പകർന്നു? കൃപ. നമ്മളിപ്പോ ആർക്കാണ് അധീനരായിരിക്കുന്നത്? ന്യായപ്രമാണത്തിനല്ല. ന്യായപ്രമാണമല്ല നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത്. പിന്നെ എന്താണ്? കൃപയാണ്. അതുകൊണ്ട് കൃപയ്ക്ക് നമ്മൾ അധീനരായതുകൊണ്ട് ഈ കൃപയുടെ പ്രത്യേകത എന്തുവാ? നമ്മളിൽ തന്നെ ആശ്രയിക്കാതിരിക്കുക. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, ഒരു പാട്ടില്ലേ? അതിന്റെ അർത്ഥം എന്നാ? എനിക്ക് എന്നിൽ തന്നെ ശക്തിയില്ല. പാപത്തെ ജയിക്കാൻ എനിക്ക് എന്നിൽ തന്നെ ശക്തിയില്ല. വിശുദ്ധ ജീവിതത്തിൽ എന്നിൽ തന്നെ ശക്തിയില്ല. ഇപ്പൊ കൃപയിൽ ആശ്രയിക്കണം. കൃപ വേണം. കൃപയ്ക്ക് നമ്മൾ അധീനരാണ്, വിധേയപ്പെട്ടവരാണ്. കൃപയാണ് നമ്മുടെ മേൽ എന്ത് ചെയ്യേണ്ടത്? കർത്തൃത്വം നടത്തേണ്ടത്. ന്യായപ്രമാണമല്ല. റൂൾസ് അനുസരിച്ച് നീങ്ങുന്നവരാണ് നമ്മളെങ്കിലും റൂൾസ് അല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്. കൃപ. റൂൾ അനുസരിക്കണമെങ്കിൽ എന്തോ വേണം? കൃപ നമുക്ക് വേണം. ഇപ്പൊ ഞാൻ അമേരിക്കയിൽ വന്നു, എനിക്ക് അവിടുത്തെ റൂൾസ് ഒക്കെ ചിലതൊക്കെ അറിയാം. പക്ഷെ മോഹൻ പാസ്റ്റർ തരുതെ ക്രോസ് ചെയ്യേണ്ട ഇതിലെയാണെന്ന് പറഞ്ഞ് കൈപിടിച്ച് നടത്തുന്നത് പോലെ പരിമിതമായ അറിവാണ് നിയമത്തെ കുറിച്ച് നമുക്കുള്ളത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കുറെയൊക്കെ നമുക്കറിയാം. പക്ഷെ എല്ലാം പാലിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയല്ലോ. നമ്മൾ ഇവിടുത്തെ രീതി അനുസരിച്ച് ചിന്തിക്കുക, എന്നാ പിന്നെ പെട്ടെന്ന് കിടക്കാം എന്ന് ചിന്തിക്കാം. പക്ഷെ മിന്നൽ വേഗത്തിൽ വരുന്ന വാഹനം ഇടിച്ച് അപകടം വരാൻ സാധ്യതയുണ്ടില്ലേ? അതുകൊണ്ട് അറിയാമെന്ന് ഒരാൾ കൈപിടിച്ച് ക്രോസ് ചെയ്യേണ്ടിടത്തൂടെ മാത്രം നടത്തുന്നത് പോലെ പെട്ടെന്നുള്ള പഴയ ആ സ്വഭാവം അനുസരിച്ച്, കേരളത്തിലെ സ്വഭാവം അനുസരിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നത് പോലെ പ്രലോഭനം വരുമ്പോൾ കൃപയ്ക്ക് നമ്മൾ വിധേയരായി മുന്നോട്ട് പോകുന്ന അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഫേവർ കിട്ടി. എന്താ ഫേവർ? ഗാഡ്സ് ഗ്രേസ്. നമ്മളിപ്പോ ആർക്കാണ് വിധേയരായിരിക്കുന്നത്? ന്യായപ്രമാണത്തിനല്ല. നമ്മൾ അധീനരായിരിക്കുന്ന ആരാ? കൃപയ്ക്ക്. അതുകൊണ്ട് പാപം നമ്മുടെ മേൽ എന്തില്ല? കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം നമ്മുടെ മേൽ എന്ത് ചെയ്യല? കർത്തൃത്വം നടത്തുകയില്ല. നമ്മൾ ആരിൽ ആശ്രയിക്കുന്നു? കൃപയ്ക്കായി ദൈവത്തിൽ ആശ്രയിക്കുന്നു. രണ്ടാമത് നമുക്ക് ഫ്രീഡം തന്നിട്ടുണ്ടല്ലേ? 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ഫ്രീഡത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? അപ്പൊ ഇവിടെ ഒരു ദാസൻ യജമാനൻ ബന്ധമാണ്. ദാസൻ ആരെ അനുസരിക്കണം? യജമാനനെ അനുസരിക്കണം. പണ്ട് നമ്മൾ ആരുടെ ദാസരായിരുന്നു? നമ്മുടെ അവയവങ്ങൾ ആർക്ക് അനുസരിച്ചു പോന്നു? പാപത്തിനും പാപത്തിന്റെ ചിന്തകൾക്കും നമ്മൾ ദാസന്മാരായി. അപ്പൊ നമ്മുടെ അവയവങ്ങളൊക്കെ പാപപ്രകൃതികൾ ഒഴുക്കിനനുസരിച്ച് നീങ്ങുമായിരുന്നു. അതുകൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ ആരുടെ ദാസന്മാരാ? മരണത്തിന് ആയി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. അപ്പൊ 2 യജമാനന്മാരെയും കാണാം, 2 ദാസന്മാരെയും കാണാം. അവിടെ ഒന്നാമത് യജമാനൻ ദാസൻ മന്ദവ. പണ്ട് നമ്മൾ ദാസന്മാരായിരുന്നു, മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ. ഇപ്പൊ നമ്മൾ എവിടെയാണ്?
നീതിക്ക് ദാസന്മാരാണ്. അതുകൊണ്ട് അനുസരണത്തിന് നമ്മൾ ദാസന്മാരാണ്. ഫലം എന്താണ്? നീതി. അതിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, നമ്മൾ പാപത്തിനല്ല ദാസന്മാരായിരിക്കുന്നത്, നീതിക്കായി അനുസരണത്തിന് ദാസന്മാർ തന്നെ. നമുക്കറിയാം, ദൂത്തുപുത്തന്റെ കഥ അറിയാം. വീട്ടിൽ അദ്ദേഹത്തിന് ഫ്രീഡം ഇല്ലെന്നും പറഞ്ഞ, അപ്പന്റെ വീട്ടിൽ എനിക്ക് ഫ്രീഡം ഇല്ലെന്നും പറഞ്ഞ ഫ്രീഡം കിട്ടാൻ വേണ്ടി ഓടിയത്. അവസാനം ഫ്രീഡം കിട്ടി ഒരു ഫ്രീഡം ഇല്ലാത്തവനായി ചെങ്ങലയിട്ടു. വിശപ്പ് കൊണ്ട് പൊരിഞ്ഞപ്പോ ഒരു വാളവരയുടെ ഒരു വിത്തെടുത്ത്, അല്ലെ വാളവര കഴിക്കാമെന്ന് ചിന്തിച്ചപ്പം ഓടരുതെന്ന് പറയുക. ഇതാണ് ലോകത്തിന്റെ മരണത്തിന്റെയും പാപത്തിന്റെയും ഫ്രീഡം എന്ന് പറയുന്നത്. അത് അവസാനം നമ്മളെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിക്കും, നമ്മളെ ഇടം വരം തിരിയാതെ വണ്ണം ബന്ധനസ്ഥരാക്കും. എന്നാൽ അപ്പന്റെ വീട്ടിലെ സ്വാതന്ത്ര്യം ഒന്ന് നോക്കിക്കേ. അപ്പോ ഓൾഡ് നേച്ചർ എന്ന് പറയുന്നത് സിൻ നേച്ചറാ. അത് നമ്മളില് ഉണ്ട്. പക്ഷേ ആ ഫ്രീ വില്ല് നമ്മള് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. വി ഹാവ് ഫ്രീ വിൽ. നമുക്ക് വേണേ എന്ത് ചെയ്യാം, വായി തോന്നുന്നത് പറയാം, പോകേണ്ട അടുത്തൊക്കെ പോകാം, ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ മാനുഷ്യ രീതിയിൽ താണിറങ്ങി വന്ന് പറയുക, നിങ്ങൾ പണ്ട് ഇഷ്ടം പോലെ ജീവിച്ചു, ഇഷ്ടം പോലെ നടന്നു, പക്ഷേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, നീതീകരണം പ്രാപിച്ചവരാണ്, സ്നാനമേറ്റ് യേശു ക്രിസ്തുവിനോട് ചേർന്നവരാണ്, പുനരുത്ഥാന ശക്തിയാൽ ജീവിക്കേണ്ടവരാണ്. നിങ്ങളുടെ യജമാനും പാപമല്ല, പക്ഷേ ഈ കൃപയാണ്. അതുകൊണ്ട് പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങളെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായിരുന്നത് കൊണ്ട് പൗലോസ് ആരെ സ്തുതിക്കുക? 18-ാം വാക്യത്തിലും 17-ലും ദൈവത്തെ സ്തുതിക്കുക. സോ നമ്മള് പഴയ നേച്ചർ സിൻ നേച്ചറാണ്. ആ നേച്ചർ അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ പാപത്തിന് അടിമകളായി ജീവിക്കും. ഫലം മരണം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തും. പക്ഷെ നമ്മൾ കൃപയ്ക്ക് ദാസന്മാരായിട്ട് ജീവിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കും? നീതീകരണം കിട്ടിക്കൊണ്ടേയിരിക്കും. ദൈവസന്നിധിയിൽ നല്ല നീതിയുള്ള മനസ്സായിരിക്കും, പ്രാഗൽഭ്യമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഇനി അതിന്റെ ഫ്രൂട്ട് ഒന്ന്, ഈ ഭാഗത്തെ 3 കാര്യം. ഫേവർ, കൃപ ലഭിച്ചു. ഫ്രീഡം നമുക്കുണ്ട്, പക്ഷേല് കൃപ വേണം നമ്മെ എന്ത് ചെയ്യാൻ? നമ്മുടെ ഫ്രീ വില്ല് യൂസ് ചെയ്യുന്നത് കൃപയോട് ബന്ധപ്പെട്ട് കൃപയിലായിരിക്കണം. 3, ഇനി അതിന്റെ ഫ്രൂട്ട് നോക്കിക്കേ. 21, 22 വാക്യങ്ങൾ, 23 വാക്യങ്ങൾ അതിന്റെ ഫലമാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ 21, നിങ്ങൾ അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു, പാപത്തിൽ ജീവിച്ചപ്പോ എന്തൊരു ഫലമായിരുന്നു, ഇപ്പോ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്. എന്താ അതിശയം എന്നറിയാം? ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ സാക്ഷി പറയുമ്പോൾ കള്ളു കുടിച്ചതൊക്കെ വിവരിക്കാറുണ്ട്. പ്രിയരെ, ഒരുത്തം വന്ന് വിവരിച്ചത് എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാന് 1-ാം മൈലിലെ ഷാപ്പിൽ പോയി കുടിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ആ കള്ളിന്റെ രുചി ഇപ്പോഴും വായിന്ന് മാറുന്നില്ല. അത് കുടിച്ച് പൂസായിട്ട് ഞാൻ 2-ാം മൈലിൽ പോയി കുടിച്ചു. ഈ നിരണത്തിന് അങ്ങേപ്പുറത്ത് കുരിശടിയൊക്കെ ഉണ്ട്, അതിന് അങ്ങേപ്പുറത്തുള്ളതൊക്കെയാ പറയുന്നത്. അങ്ങേപ്പുറത്ത് പോയി കുടിച്ചു. അവനെ പറയുമ്പോ തന്നെ നമുക്കറിയാം പുള്ളിയുടെ വായിക്കകത്ത് ഇപ്പോഴും എന്തോ ഉണ്ട്. കള്ളിന്റെ രുചി ഇങ്ങനെ തങ്ങി നിൽക്കുക. പാപത്തെ നമ്മൾ ഒരിക്കലും പരിപോഷിപ്പിക്കരുത്. പാപം ചെയ്തവരുടെ സാക്ഷ്യം നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? പാപം ചെയ്തിട്ട് യേശുവിനെ അറിയണമെന്ന് പറഞ്ഞ് നടക്കുക. എന്തിനാ ഈ പാപത്തെ വർണ്ണിക്കുന്നത്? ഏത് പാപിയെയും രക്ഷിക്കുന്ന കൃപയെക്കുറിച്ച് അങ്ങൊന്ന് വർണ്ണിച്ചേ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു, ഇപ്പോ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. 21-ാം വാക്യം അതിന്റെ അവസാനം എന്താ? മരണോ. കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് ലജ്ജ തോന്നുന്നുണ്ടോ? അയ്യോ, അന്ന് അങ്ങനെ ജീവിച്ചല്ലോ, നേരത്തെ യേശുവിനെ അറിഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു പ്രകൃതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ അവസാനം എന്തായിരുന്നു? മരണം. പക്ഷെ ഇന്നോ? 22-ാം വാക്യം, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും
അതിന്റെ അന്ത്യം എന്താണ്? ഇപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ ജീവിതവും കർത്താവിന് സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നു? വിശുദ്ധീകരണം. വിശുദ്ധീകരണം. നമ്മുടെ അവയവങ്ങൾ അംഗപ്രത്യംഗമായി നമ്മൾ എന്ത് ചെയ്യുക? സമർപ്പിക്കുക. അപ്പൊ നമുക്ക് വിശുദ്ധീകരണം കിട്ടും. ഏറ്റവും അവസാനം അതിന്റെ അന്തിമ ഫലം എന്തായിരിക്കും? നിത്യജീവൻ. എന്ന് പറഞ്ഞാൽ മരണമോ പാതാളമോ നമ്മെ പിടിച്ചടക്കാത്ത രീതിയിലുള്ള നിത്യജീവൻ നമുക്ക് കിട്ടും. എന്നിട്ട് 23-ാമത്തെ വാക്യത്തിൽ അതിന്റെ കൺക്ലൂഷൻ പറയുക, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതുകൊണ്ട് നീതീകരണം പ്രാപിച്ച നമ്മൾ, ആദാമിൽ നിന്ന് യേശുക്രിസ്തുവിലായ നമ്മൾ, പാപസംബന്ധമായി മരിച്ചവരായ നമ്മൾ, യേശുക്രിസ്തുവിനോട് ചേർന്ന് സ്നാനമേറ്റ അവിടുത്തെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളായി തീർന്ന നമ്മൾ, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണെന്ന് അറിയുന്ന നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. ഇനി ഞാനല്ല ജീവിക്കുന്ന, യേശു എന്നെ ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. മാത്രമല്ല നമ്മൾ കൗണ്ട് ചെയ്യണം. ഞാൻ മരിച്ചു, ഇനി ഞാൻ അല്ലേ, യേശുവാണ് എന്നെ കൂടെ ജീവിക്കുന്നതെന്ന് കൗണ്ട് ചെയ്യണം. ഞാൻ മരിച്ചവനാണ്, ജീവിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. മാത്രമല്ല നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മുഴു ജീവിതത്തെയും പാപത്തിന് ദാസന്മാരായി സമർപ്പിക്കാതെ കൃപയ്ക്ക് സമർപ്പിക്കണം, കർത്താവിന് സമർപ്പിക്കണം. അതിന്റെ ഫലം എന്തായിരിക്കും? മരണമല്ല, വിശുദ്ധീകരണമായിരിക്കും. ഏറ്റവും അവസാനം നമ്മൾ നിത്യജീവനിൽ ആരോടൊപ്പം വാഴും? കർത്താവിനോടൊപ്പം വാഴും. അപ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാന് കഴിഞ്ഞ ആഴ്ച വണ്ടി ഇച്ചിരി താമസിച്ചാ ഓടിയത്, പക്ഷെ ഈ ആഴ്ച ഞാൻ ഓടിച്ച് മുന്നേ കയറ്റിയിട്ടുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.